പ്രസവം നിർത്താനുള്ള സർജറി കഴിഞ്ഞതിന് ശേഷം, അതായത് ട്യൂബൽ ലൈഗേഷൻ സർജറിക്ക് ശേഷം പ്രഗ്നൻസി പോസിബിൾ ആണോ? അല്ലേ? അപ്പോൾ പ്രഗ്നൻസി ഡെഫിനിറ്റ്ലി പോസിബിൾ ആണ്. നമുക്ക് 2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ട്യൂബൽ റീകാനലൈസേഷൻ, അതായത് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസിനെ യോജിപ്പിക്കുക. സെക്കൻഡ് IVF. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഈ പ്രസവം നിർത്തുന്ന പ്രൊസീജിയറിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ യൂട്രസിന്റെ ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബിന്റെ ചെറിയൊരു പോർഷൻ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലരിൽ മാത്രമേ നമുക്ക് ഈ സർജിക്കൽ കറക്ഷൻ പോസിബിൾ ആവുള്ളൂ. അത് കുറച്ച് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റിങ്ങോ അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി റിവേഴ്സൽ എളുപ്പമാണ്. ഓൾസോ ഒരു 4 സെന്റിമീറ്റർ എങ്കിലും നമുക്കൊരു ഹെൽത്തി ട്യൂബിന്റെ ലെങ്ത് വേണം നമുക്ക് വീണ്ടും അത് യോജിപ്പിക്കാനായിട്ട്. പിന്നെ ഫീമെയിൽ ഏജ് കുറച്ചധികം അഡ്വാൻസ്ഡ് ആണെങ്കിൽ മേ ബി ഒവേറിയൻ റിസർവും കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു സർജിക്കൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞുള്ള ചാൻസസ്, സക്സസ് റേറ്റ്, അത് പ്രഗ്നൻസി ചാൻസസ് ചിലപ്പോൾ കുറവായിരുന്നേക്കാം. അതുപോലെ മെയിൽസിൽ ഇപ്പം സ്പേം പാരാമീറ്റേഴ്സിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്യൂബ്സ് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഡയറക്റ്റ്ലി IVFലേക്ക് പോകുന്നതായിരിക്കും ഒരു ബെറ്റർ ചോയ്സ്. അപ്പോൾ IVFൽ നമ്മൾ ട്യൂബ്സിനെ ബൈപ്പാസ് ചെയ്യാണ്, അതായത് എഗ്ഗിനെ നമ്മൾ പുറത്ത് വെച്ച് ഫെർട്ടിലൈസ് ചെയ്ത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അപ്പം കാരണം ഈ ട്യൂബൽ സർജറിയും 100% എഫക്റ്റീവ് അല്ല. നമുക്ക് അത് കഴിഞ്ഞിട്ട് ട്യൂബൽ പേറ്റൻസി ആവും ഓർ പ്രഗ്നൻസി ആവും 100% ഉറപ്പില്ല. ഇപ്പം വേറെ എന്തെങ്കിലും കൂടി ആഡഡ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ IVF വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ. സോ നിങ്ങൾക്ക് ഏതാണ് ഒരു റൈറ്റ് ചോയ്സ് എന്നുള്ളത് നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണറിനെ കംപ്ലീറ്റ്ലി അസസ് ചെയ്തതിന് ശേഷം ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ഡിസിഷൻ തന്നെയായിരിക്കണം.